ഈ കാണുന്ന ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം തിന്നോക്കിയാൽ പിന്നെ ഇതന്നെ ചോദിച്ചു വന്ന് തിന്നുന്നുള്ളത് ഉറപ്പാണ്. അത്രക്കും അടിപൊളിയായിരുന്നു. നമ്മളെ ഫുഡ് അങ്ങാടി ആയിട്ടുള്ള കൊളപ്പുറത്തിന്റെ സ്വന്തം ഗുജറാത്തി ദാബയിലാണ്. പൊതുവെ ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇവിടെ അൽഫാമും തന്തൂരി മാത്രമേ ഉള്ളൂ. ഇന്ന് അതൊന്നല്ല മക്കളെ, ഈ കാണുന്നത് മുഴുവൻ ഇവിടെ കിട്ടും. സ്റ്റാർട്ടർ ആയിട്ട് ഈ ഒരു ഐറ്റം പറഞ്ഞോളിട്ടാ, ബോൺലെസ് ഡ്രൈ സംഭവം അടിപൊളി. ലെമണിന്റെ പീസോട് പീഞ്ഞുകാണ്ടാണ് തിന്നോക്കിയാലേ സംഭവം സെറ്റാണ്. തിന്നുകാണ്ട് അതിന്റെ മാത്രം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ടേബിൾ മേൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എത്തിക്കണ്ട വരെ കൊണ്ടാട്ടം പേസ്റ്റ് അൽഫാം ഇട്ടാ റൊട്ടി വരാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ അതിന് തീറ്റ തുടങ്ങി. ഡാബ സ്പെഷ്യൽ മസാലന്റെ ഒരു കിടിലൻ അൽഫാം അതും ഉണ്ടായിരുന്നു. ഇതിന്റെ അൽഫാം വേണ്ടെങ്കിൽ ഗ്രേവി ടൈപ്പാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും സെറ്റ്. ഗ്രേവി മാത്രം ഉണ്ടായാലും ഒരു 3-4 പൊറാട്ട എടുത്തു. ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാ ചിക്കൻ മുറുക മസാല. ചിക്കനും മുട്ടയും ചിക്കന്റെ കീമയും അതേപോലെ തന്നെ ചീസും ഒക്കെ ഇട്ട ഒരു കിടിലൻ കുറെ ഐറ്റംസ് ഞങ്ങൾ തിന്നോക്കിക്കണമെങ്കിലും എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 ഐറ്റം. ഇതിലുള്ള ഒന്ന് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇതത് തീരുമ്പോത്തിന് അടുത്തത് നിങ്ങൾ ഇതന്നെ ഓർഡർ ഐറ്റത്താ. ഞാൻ ആദ്യമായിട്ട് കഴിക്കട്ടെ ചിക്കൻ പെഷാവർ. കുബൂസിന്റെ പൊറാട്ടന്റെ കൂടെ ഒക്കെയാണ് തിന്നണമെന്നുണ്ടെങ്കിലും അച്ചയൊക്കെ തിന്നാലും സംഭവം അടിപൊളി. എന്നും ചിക്കൻ തിന്നുകാണ്ട് ഇന്ന് വെജ് മതി എന്ന് വിചാരിക്കുന്നവർക്ക് വലിയൊരു മെനു ഉണ്ട് കേട്ടോ. എന്റെ ഫേവറേറ്റ് ആയിട്ടാട്ടോ ഇവിടുത്തെ മഹാരാജിയും ചെന്ന മസാലയും. പേരറിയാത്തതും ഞങ്ങൾ തിന്നാത്തതും ഒക്കെ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഇനിയുണ്ട് കേട്ടോ. ഇവിടെ മോന്തി ആകുമ്പോൾ നാസ്തക്ക് പോവാ അല്ലെങ്കിൽ കൊളപ്പുറത്തേക്ക് തിന്നാൻ പോവാന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഓർമ്മ വരണം നമ്മളെ ഗുജറാത്തി ദാബ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ മറക്കാതിരിക്കാനേ ഈ വീഡിയോ ആണ് സേവ് ചെയ്ത് വെച്ചോളി. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കൊളപ്പുറം ടൗണിൽ തന്നെ ഇട്ടാ